you are a person ഒരുപാട് പേരെ ആക്ടേഴ്സിനെ ആയാലും അല്ലാത്ത നോർമൽ സിംഗേഴ്സിനെ ആയാലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഔട്ട് ഓഫ് ദ ബ്ലൂം ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സിംഗർ ആരാ? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. His voice, not his voice, his singing capability to communicate one particular feel. അതായത് ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എടുത്ത് നിലവിലുള്ള സിംഗേഴ്സിനെയൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പം നമുക്ക് ഇപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ ധൈര്യപൂർവ്വം ഒരു മ്യൂസിക് ഡയറക്ടറിന് കൊടുക്കാൻ പറ്റുന്ന, ധൈര്യപൂർവ്വം ഒരു കമ്പോസിഷൻ, ഫാസ്റ്റ് നമ്പർ കമ്പോസിഷൻ വളരെ ധൈര്യപൂർവ്വം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സിംഗേഴ്സ് ഇവിടെ കുറവാണ്. പക്ഷേ ദുൽഖർ സൽമാൻ വിൽ ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ. അത്രയ്ക്കും ദുൽഖർ ഒരു പ്രൊഫഷണൽ സിംഗറാണ് അദ്ദേഹം. അത്രയും നല്ലൊരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദറ്റ് ഫാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് അങ്ങനത്തെ സോങ്സ് മാത്രം. ഇപ്പോൾ മെലഡി സോങ് ഐ ഡോണ്ട് നോ വെദർ ഹി ക്യാൻ ഹാൻഡിൽ ഇറ്റ് ഓർ നോട്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മേ ബി സൂൺ ഐ മേ ട്രൈ ദാറ്റ് ഓൾസോ. അപ്പം ദുൽഖർ സൽമാനെ കൊണ്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കിട്ടിയതിൽ ഡു യു തിങ്ക് അതുപോലൊരു പെർഫോമൻസ് മമ്മൂക്കയുടെ കയ്യിൽ നിന്നും കിട്ടാൻ പറ്റുമെന്ന്? ഡെഫിനറ്റ്ലി. ദുൽഖറിനെ കൊണ്ട് അത്രയും സാധിക്കുന്നുണ്ടെങ്കിൽ ദുൽഖറിൻ്റെ ഫാദർ മമ്മൂക്കയ്ക്ക് എന്തൊക്കെ സാധിക്കുമെന്ന് നമുക്ക് നമ്മളിനി കണ്ടെടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ദുൽഖറിനെ കൊണ്ട് ആദ്യമായിട്ട് പഠിപ്പിച്ചത് ജോണി മോനെ ജോണി അല്ലേ? അപ്പം അതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയാണ്? അതിൻ്റെ ലിറിക്സും ട്യൂണും ഒക്കെ വന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫാസ്റ്റ് നമ്പറിലുള്ള ഒരു റിസ്ക് ഫാക്ടർ ഈ പാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ വേണമെന്ന് നമ്മളൊരു ഡയറക്ടർ ആവശ്യപ്പെടുമ്പോൾ എന്താണ് സിറ്റുവേഷൻ പറയുക? ഒരു പയ്യൻ അടിച്ചു പൊളിക്കുന്നു, അതിനൊരു പാട്ട് വേണം. 10 പടം ഉണ്ടെങ്കിൽ 10 പടത്തിലും ഇതേ ബ്രീഫ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സ്ക്രിപ്റ്റ് ശരിക്കും കേൾക്കുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ചെയ്യാറ് പടങ്ങൾ. അപ്പം ആ സ്ക്രിപ്റ്റിൽ ഇവൻ്റെ പേര് ജോൺ, ദുൽഖറിൻ്റെ പേര് ജോൺ കോരാന്നാണ്. കോരാന്ന് 2 ഫ്രണ്ട്സാണ്. ജോൺ ജോണി ജനാർദ്ദനൻ പരബമ്പം അങ്ങനെ ഒരു പാട്ടുണ്ട്. വൈ ദിസ് ജോൺ വെച്ചിട്ട് എന്താ ഉള്ളത്? ജോണി മോനെ ജോണി, ഓർ ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ കിട്ടി. ABCD എന്ന് പറഞ്ഞ ഒരു ഫാദറിൻ്റെ ക്യാരക്ടറുണ്ട്. അപ്പം ഫാദർ ഭരിക്കുകയാണ് മകനെ. പണക്കാരനെ ഒരു കുട്ടീനെ കൊണ്ടിട്ട് ഒരു സാധാരണ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് സ്ലം ഏരിയ കൊണ്ടേ ജീവിക്കുന്നു. അപ്പോൾ പപ്പയുടെ ഭരണമാണ് ഇവനിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇവനെന്ത് പപ്പയെടുത്ത് പാടാൻ പറ്റും? അപ്പം ജോൺ ഈസ് ജോണി, യു ക്യാൻ കോൾ ഹിം ആസ് ജോണി. സോ ജോണി മോനെ ജോണി, അങ്ങനെ ക്രിയേറ്റീവ് ചെയ്യണം ഓരോ ലൈൻസ്. അപ്പോൾ ജോണി മോനെ ജോണി, why you want plenty money, പപ്പ ഭരണം വേണ്ടപ്പ, ഇത് ന്യൂയോർക്ക് ലൈഫ് എൻ്റെപ്പ. ആ രീതിയിലാണ് അതിൻ്റെ ലൈൻസ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഒരു ലൈനും അങ്ങനെയുള്ള ഒരു ട്യൂൺ അതൊക്കെ വരുന്നത് അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ്. അപ്പോൾ ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും ചിന്തിക്കണം. ചുമ്മാ വെറുതെ ടിങ്കടങ്ക 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 എന്ന് പാടിയ പാട്ടാവില്ല, അതാരും കേൾക്കുകയില്ല. ചേട്ടൻ്റെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അത് ഇവിടെ തന്നെയാണോ? ഞാൻ ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ് എല്ലാം റെക്കോർഡ് അതെ അതെ. ഇറ്റ്സ് ഓൾ അണ്ടർ വൺ റൂഫ്. ഈ പറയുന്ന പാട്ടുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പാട്ടുകളെല്ലാം കമ്പോസിങ് നടക്കുന്നത് പല സ്ഥലങ്ങളിലാണ്. നമ്മൾ യാത്രയിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകും, ഇവിടെ കൊച്ചിയിലൊക്കെ പോകും, ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ പലപ്പോഴും കമ്പോസ് ചെയ്യുന്നതൊക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഒരു സിറ്റുവേഷൻ മനസ്സിലിട്ടിട്ട് ഐ ജസ്റ്റ് ഗോ ഔട്ട് സൈഡ്. ഈ പുറത്തുനിന്ന് ചിന്തിച്ച കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് എക്സിക്യൂഷൻ, ഇത് എക്സിക്യൂഷനിലോട്ട് എത്തുന്നു. ഐ നീഡ് ടു എക്സിക്യൂട്ട് മൈ ട്യൂൺ ഇൻ ടു എ ലിസണിങ് ലെവൽ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ആണിത്. അവിടെ മുകളിൽ എൻ്റെ സ്റ്റുഡിയോ ഉണ്ട്. ഐ വിൽ ഷോ യു മൈ സ്റ്റുഡിയോ. മീറ്റ് നജീം അർഷാദ്, സുമേഷ് പരമേശ്വർ ഗിറ്റാറിസ്റ്റാണ്. എൻ്റെ ആദ്യകാല ചിത്രങ്ങൾ തൊട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സുമേഷ് പരമേശ്വർ. സോ ഇവിടെ ഇപ്പോൾ ഒരു കമ്പോസിങ് കഴിഞ്ഞിങ്ങനെ ഒരു പാട്ടിങ്ങനെ ലിറിക്സ് എഴുതി അതിൻ്റെ ഒരു ട്യൂൺ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. സോ മഴമുകിലേ കടം തരുമോ ഒരു കനവ്, മഴമുകിലേ കടം തരുമോ ഒരു കനവ്, മഴയിതളായി മിഴി നിറയെ കടം തരുമോ ഒരു കനവ്, കണിമലരായി ഒരു കനല അരികിലിതാ ഒരു മനസ്സ്, പുതുവയില നിറമെഴുത ഇനി വരുമോ പ്രിയമുഷസ്. നജീം ട്രൈ ചെയ്തു. ഞാൻ പാടുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു നജീം പാടി കഴിയുമ്പോൾ.
മഴമുകിലേ മഴമുകിലേ കടം തരുമോ ഒരു കനവ് മഴയിതളായി മിഴി നിറയെ കടം തരുമോ ഒരു കനവ് കണിമലരായി ഒരു തണലായി അരികിലിതാ ഒരു മനസ്സ് പുതുവെയിലാൽ നിറമെഴുതാൻ ഇനി വരുമോ പ്രിയമുഷസ് ഇനി വരുമോ പ്രിയമുഷസ് പ്രിയമുഷസ് ന്യൂ ഫിലിം ഒരു സാരഥി എന്ന് പറഞ്ഞ സിനിമയിലോട്ട് ചെയ്യുന്ന ഒരു പാട്ടാണത്. കമ്പോസ് ചെയ്തപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്ന ശബ്ദമാണ് നജീമിന്റെ. താങ്ക് യു ചേട്ടാ. നജീമിന്റെ വോയിസിനാണ് എനിക്കിപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വോയിസും. പിന്നെ ഈ പാട്ട് റൊമാൻറ്റിക് സോങ്, ലവ് സോങ് ഇതിൽ